ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുനെയാണ്. അപ്പോൾ ദേവു രാത്രി ഇരുന്ന് ഇങ്ങനെ ഫോൺ ചെയ്യുക, അരുണിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അരുൺ പറയുകയാണ്, ദേവു നീ കിടന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാൻ കിടന്നില്ല, ഏതായാലും അരുണിനോട് സംസാരിച്ചിട്ടൊക്കെ കിടക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ എന്ത്, അവിടെയല്ലേ ഓരോരോ വിശേഷങ്ങൾ. അതെ ദേവു, നമ്മുടെ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ശരിയായിരുന്നേ, എനിക്ക് ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ജീവിതം മാറി മറിയല്ലേ. അപ്പോൾ എന്ത് വേണം, എങ്ങനെയാവണം ഞാൻ എന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അരുണിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരണ്ടേ ഒരു ഭാര്യ എന്ന നിലയ്ക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുണാണെങ്കിൽ അങ്ങനെയൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും ചെയ്തു തരണ്ട, പക്ഷേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ ഞാൻ കോളിംഗ് ബെല്ലടിക്കും. ആ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ നല്ല ചിരിച്ച മുഖത്തോടെ, മനസ്സിൽ നിന്ന് ചിരിച്ച മുഖത്തോടു കൂടി തന്നെ അങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കണം. ഇത് കേട്ട ദൈവമാണെങ്കിൽ അതെന്തിനാ ഞാൻ ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ അതായത് രേവതിയുടെ അമ്മ ഇതെല്ലാം കേൾക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. ഇവിടെ പാതിരാത്രി ഇത് ആരോടെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷം കിട്ടുമ്പോഴേ എനിക്ക് അത്രയും മാത്രം മതി. ഓഹോ, അപ്പോൾ എന്നും രാവിലെ ഞാൻ എണീറ്റ് ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ നിന്നാൽ മതി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ നിൽക്കുക. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവു പേടിച്ചു പോയി. ദേവുവാണെങ്കിൽ അതെ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുക. അപ്പോഴേക്കും അരുണാണെങ്കിൽ അയ്യേ ഇവിടെ നിന്നാ ഫോൺ കട്ടാക്കിയത്, കഷ്ടമായി പോയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോണ് അവിടെ വയ്ക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ ആരോടാടി സംസാരിച്ചത്? അമ്മേ ഞാനെന്ത്, നീ കുറേ നേരമായല്ലോ ഈ സംസാരിച്ചുകൊണ്ട് കിന്നരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ആരോടാടി സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എൻ്റെ ഒരു ഫ്രണ്ടാണ് അമ്മേ. ഫ്രണ്ടോ? ഫോൺ വന്നേ നോക്കട്ടെ, ഞാൻ നിൻ്റെ ഫ്രണ്ടാണോന്ന് ഞാൻ നോക്കട്ടെ. അപ്പോഴേ അമ്മേ അത് പിന്നെ അമ്മേ ദേവു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ തോന്നിയാസമൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടല്ലോ. ഇവിടെ ഓരോ ദിവസം എങ്ങനെ കടന്നു പോകുന്നു ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിനിടയിൽ നീയും തുടങ്ങിയോ ഇതൊക്കെ? അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. എങ്ങനെയൊന്നും ഇല്ല എന്ന് നീ പറയുന്നത്? ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരത്ത് വരികയാണ്. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഒന്നുമില്ല മോനെ, ഞാനിവിടെ ദേവു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കേ ചുമ്മാ വന്നതാ, അല്ലാതെ വേറൊന്നുമില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശരത്ത് നേരെ ദേവുവിൻ്റെ അടുത്ത് വന്നിട്ട്, എന്താ ചേച്ചി എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് ഇപ്പോൾ കുറച്ച് ചുറ്റുകളിയൊക്കെ കൂടുന്നുണ്ട്, എന്താ കൈവിട്ടു പോയോ? അല്ല എല്ലാവരും ഉപദേശിക്കാറുണ്ടല്ലോ, എന്നെയും ഉപദേശിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നന്നായി, എൻ്റെ സ്വഭാവമൊക്കെ പക്കയായി, ഇപ്പം ചേച്ചി കൈവിട്ട് പോയോ? എന്താടാ ഈ പറയുന്നത്? ഞാനങ്ങനെ ഒന്നും കൈവിട്ട് പോയിട്ടില്ല. കൈവിട്ട് പോയില്ലെങ്കിൽ ചേച്ചിക്ക് കൊള്ളാം. കുടുംബത്തെ മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ. ഉപദേശിച്ച ആൾ തന്നെ വഴിതെറ്റി പോകാൻ നിൽക്കരുത്, നീ ഒന്ന് പോടാ, എനിക്കങ്ങനെ വഴിതെറ്റി പോകേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ ഉപദേശിക്കുകയാണ്. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശരത്തും പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വർഷ അടുക്കളയിൽ കയറിയിട്ട് എന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ. അപ്പോഴാണ് രേവതി വരുന്നത്. വർഷേ നീ ഇതെന്താ ഉണ്ടാക്കുന്ന വർഷേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ചേച്ചി. ബ്രേക്ക്ഫാസ്റ്റോ? അതിന് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചി പഠിക്കുന്നത്? ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു, അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിക്കാം. അല്ല എന്നിട്ട് നീ എന്താ ഉണ്ടാക്കുന്നത്? അതെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തേ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്ന്. അപ്പോൾ അതിൽ ഉപ്മാവെന്ന് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത് ചേച്ചി. അത് നീ പറഞ്ഞ ശരിയാണ് വർഷേ, ഉപ്മാവ് ഉണ്ടാക്കാനേ വളരെയേറെ എളുപ്പമായ കാര്യമാണ്. പക്ഷേ ഈ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് ചേച്ചി പേടിക്കണ്ട, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നേ. എല്ലാവരും ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക തന്നെ ചെയ്യും, നല്ല രുചിയോടുകൂടി തന്നെ. ഞാനും ശ്രീകാന്തും ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സമയത്ത് കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ചേച്ചി. ഈ പാചകം എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സന്തോഷം തോന്നുകയാണ്. അതേ വർഷേ
അങ്ങനെ പാചകം അറിഞ്ഞിരിക്കണം. അത് നല്ല കാര്യം തന്നെയാണ്. എന്നാലല്ലേ നമുക്ക് എല്ലായിടത്തും ഒരു മുൻതൂക്കം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഈ സമയത്ത് കുറച്ച് ഇങ്ങനെ സന്തോഷകരമായ ജോലികളെല്ലാം ചെയ്യുന്നത് നല്ലതാണെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ, അപ്പോൾ ആ ജോലി ചെയ്യാം. നീ എല്ലാം കൊണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ എല്ലാം കൊണ്ട് ഓക്കെ, ഞാൻ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഈ അടുക്കളയിലേക്ക് കയറി വന്നത്. ചേച്ചി ചെല്ല്, ചേച്ചി അവിടെ പോയിരുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരാം. ശരി വർഷ, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് വരികയാണ്. വർഷേ, നീ എന്നെ അടുക്കളയിലോ? നീ എന്ത് ചെയ്യുവോ വർഷേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ശ്രീകാന്തേ എന്ന് പറയുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റോ? എൻ്റെ ദൈവമേ, അതിന് നിനക്ക് ഇത് വല്ലതും അറിയാവോ വർഷേ? എനിക്കറിയാന്നേ, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരും കഴിക്കാൻ പോവാണ്. കഴിക്കാനോ? പിന്നെ കഴിക്കാനല്ലേ കളയാനായിട്ട് പറ്റുമോ? പക്ഷെ എന്താ ശ്രീകാന്ത് പറയുന്നത്? എങ്കിൽ പിന്നെ ഞാനും കൂടി സഹായിക്കാം വർഷേ. വേണ്ട, നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. നീ പോകാൻ നോക്ക് ശ്രീകാന്തേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരും. നല്ല രുചിയോടുകൂടി തന്നെ നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് മുഴുവനും കഴിക്കുകയും ചെയ്യും. സത്യമാണോ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ശ്രീകാന്തേ. ശ്രീകാന്ത് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെ പറഞ്ഞു വിട്ട് നമ്മുടെ ഈ വർഷ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയതിന് ശേഷം എല്ലാവരും മേശയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ മരുമകളുടെ കൈ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക. ഇത് കഴിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ എൻ്റെ ദൈവമേ. വിളമ്പ് മോളെ, വിളമ്പ്. ഞാനിപ്പോൾ വിളമ്പാം അങ്കളെ. റെഡിയല്ലേ? പിന്നെ അല്ലാതെ റെഡിയാണോന്നോ? ഞാൻ റെഡി തന്നെയാണ്. സച്ചി, രേവതി ഇത് കണ്ടോ? അവള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇനി എന്നും മോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എന്നും ഞാൻ തന്നെയാണ് അങ്കളെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതേ നെറ്റിൽ നോക്കി ഉണ്ടാക്കിയതാ. എങ്കിൽ പിന്നെ വിളമ്പ്, റെഡിയാണ്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ആ പാത്രം തുറന്നിട്ട് ഉപ്മാവ് പിടിച്ച് കുത്തുക. ഉപ്മാവ് തോണ്ടിയിട്ട് പോരുന്നുമില്ല. അപ്പോൾ രവി നോക്കിക്കഴിയാൻ നേരത്ത് ആ ഉപ്മാവിനോട് മൽപ്പിടുത്തം പിടിക്കുകയാണ് നമ്മുടെ വർഷ. ഇത് കണ്ടിട്ട് എല്ലാവരും കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ത് പറ്റിയെന്ന് പോലും ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പം തരാവേ. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ കുത്തി ആ ഉപ്മാവ് തോണ്ടി എടുത്തിട്ട് ദൈവമേ കിട്ടി അങ്കളെ, ഇന്നങ്കളെ പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന രീതിയിലാണ് അവിടെ വർഷ കാണിച്ചു കൂടുന്നത്. അങ്കളെ എന്നാ ഇട്ടു അങ്കളെ. അയ്യോ മതി മോളെ മതി. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇട്ട് കൊടുക്കണം. മതി 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 മതി. അങ്ങനെ സച്ചിയേട്ടാ ഇട്ടോ വർഷേ. അങ്ങനെ സച്ചിയേട്ടൻ മുന്നിൽ വെച്ച് ഈ ഉപ്മാവ് പിടിച്ച് കുത്തുക. അങ്ങനെ സച്ചിക്ക് ഇട്ട് കൊടുക്കുകയാണ്, രേവതിക്ക് ഇട്ട് കൊടുക്കുകയാണ്, ശ്രീകാന്തിന് ഇട്ട് കൊടുക്കുകയാണ്. അവരെല്ലാവരും മതി മതി എന്ന് പറയുകയാണ്. ഇനി എല്ലാവരും നല്ല ആസ്വദിച്ച് തന്നെ ആ ഉപ്മാവ് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആണല്ലേ മോളെ? ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? പിന്നെ അല്ലാതെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങളെ, കഴിക്കങ്ങോട്ട്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും രവിയും ബാക്കിയുള്ളവരെല്ലാവരും കുറച്ച് ഉപ്മാവ് എടുത്തിട്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വായിൽ വെക്കുകയാണ്. രവിയാണെങ്കിൽ ഇങ്ങനെ വായ പൂട്ടിയൊന്നൊരവസ്ഥ. ചന്ദ്ര എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ഇത്, എല്ലാവരുടെ മുഖത്തിൽ ഭയങ്കര ഭാവവ്യത്യാസമോ. അപ്പോൾ നമ്മുടെ വർഷ ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഉപ്മാവ് കൊള്ളൂല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത്, അതെ ഇത് ഉപ്മാവ് തന്നെയാണോ വർഷേ? ഉപ്മാവ് തന്നെയാ. ഇതെന്താ ഉപ്മാവ് ഇങ്ങനെ? എന്താ ശ്രീകാന്തേ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴേക്കും രവിയാണെങ്കിൽ, ശ്രീകാന്തേ എന്താ ശ്രീകാന്തേ ഈ പറയുന്നത്? നമ്മളെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അതിനാദ്യം നമ്മൾ തിന്നു നോക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല ഗുണങ്ങളെല്ലാം പറയാം. അതിനുശേഷം അതിൻ്റെ ചീത്ത ഗുണങ്ങളെല്ലാം പറയാം. അപ്പോൾ മോൾക്ക് മനസ്സിലാവും എന്തെല്ലാമാണ് തിരുത്തേണ്ടത്. കറക്റ്റ് അങ്കളെ, അങ്കിൾ പറഞ്ഞതേ കറക്റ്റാ. അങ്കിൾക്കേ നല്ലതൊരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് നന്നായിട്ട് അറിയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു സച്ചിയേട്ടാ. എന്താ സച്ചിയേട്ടാ ഇഷ്ടപ്പെട്ടു? കൊള്ളാം വർഷേ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ രേവതിയും പറയണ നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ ആണോ? എൻ്റെ ദൈവം, എനിക്ക് സന്തോഷമായി. അപ്പം ഞാനുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം അല്ലേ? ആൻറ്റി എന്താണ് ആൻറ്റി ഈ വായെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആൻറ്റി എന്താ ഉപ്മാവ് വിഴുങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നാവിലൊട്ടി, ഉപ്മാവ് വിഴുങ്ങാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാ. അപ്പോൾ രവിയാണെങ്കിൽ, ചന്ദ്രേ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിക്ക് ചന്ദ്രേ. അപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ചന്ദ്രയാണെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് പിന്നെ സത്യം പറയാട്ടോ, ഈ ഉപ്മാവ് തീരെ എന്ന് പറയുന്ന സമയം കൊണ്ട്
നമ്മുടെ സച്ചി ആണെങ്കിൽ കൊള്ളാം കൊള്ളാം, ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സച്ചിയേട്ടൻ കള്ളം പറയുകയാണോ? ഇഷ്ടപ്പെട്ടില്ല. അയ്യോ വർഷേ, സച്ചിയേട്ടൻ കള്ളം പറയുന്നതല്ല, സത്യം പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷേ കുഴപ്പമില്ല വർഷേ, നല്ലതാ ആണല്ലേ, എങ്കിലാണെങ്കിലേ ഞാൻ ഇനി മുതൽ ഞാനാണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പേടിച്ചു പോയി. ശ്രീകാന്ത് നേരെ വർഷയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് വർഷേ, അതെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലേ? ഇനി ഞാനുണ്ടാക്കാം. അങ്ങനെയാണെങ്കിലേ നീ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. എന്തിനാ ശ്രീകാന്തേ, ഞാനെന്തിനിത് കഴിച്ചു നോക്കുന്നത്? കഴിച്ചു നോക്ക്, ഒന്ന് കഴിച്ചു നോക്കണമല്ലോ, നിനക്കും ടേസ്റ്റ് ചെയ്യണ്ടേ, നീ ഉണ്ടാക്കിയതല്ലേ, അപ്പം നീ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ വായിലേക്ക് കുറച്ച് ഉപ്മാവ് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യേ എന്താ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. ഇത് കൊള്ളൂലല്ലോ. ഇപ്പം നിനക്ക് മനസ്സിലായില്ല അത് കൊള്ളൂല എന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എല്ലാവരും കള്ളം പറഞ്ഞത്? ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് എണീറ്റ് നേരെ വർഷയെ ആശ്വസിപ്പിക്കുകയാണ്. വർഷേ, നീ ഏതായാലും ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത്. സാരമില്ല, ഇനി മുതലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ അതുപോലെ? ശരി രേവതി ചേച്ചി എനിക്ക് പഠിപ്പിച്ചു തന്നെ കേട്ടോ. അപ്പോൾ എടുത്തു വയ്ക്കുക നമ്മുടെ ചന്ദ്ര പറയാണ്, പാചകം മാത്രമേ അവളുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ പാടുള്ളൂ, വേറൊരു കാര്യവും പഠിക്കരുതേ വർഷേ എന്ന് ചന്ദ്രമാണിയും കൊടുക്കുകയാണ്. രേവതിക്ക് ഭയങ്കര സങ്കടവും തോന്നി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും ഈച്ചയും നടുറോട്ടിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. സച്ചി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഈച്ച പറയുന്നത്, സച്ചി ഇങ്ങനെ ചിരിക്കല്ലേ സച്ചി, എന്തിനാ ചിരിക്കുന്നത്? എടാ നീ ഇത്രയും നാൾ പുറകെ നടന്നത് കല്യാണം നിശ്ചയിച്ച ഒരു പെണ്ണിൻ്റെ പിന്നാലെയായിരുന്നു. വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈച്ചേ, നിനക്കിതിൻ്റെ വല്ല പരിപാടി ഉണ്ടായിരുന്നോ ഈച്ചേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അതെ, അത് സെറ്റാവില്ല, അവൾക്കാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ല, എനിക്കത് പറയാനും പറ്റിയില്ല, എന്ത് ചെയ്യാനാണ്. കൊള്ളാം, നിൻ്റെ ഒരു വക്രബുദ്ധിയൊക്കെ കൊള്ളാം. ഈ സമയം റോട്ടിൽ കൂടി ബൈക്ക് ഓടിച്ച് ഹെൽമെറ്റും ഇല്ലാതെ ഫോണും വിളിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ അരുണ്. ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ എടാ നോക്കിയടാ, അതാരാ വരുന്നത് നോക്കിയേ, എടാ പോലീസുകാരൻ. ഏത് പോലീസുകാരൻ? എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കാൻ വരുന്ന ആ പോലീസില്ലേ, അയാളാ വരുന്നത്, ഹെൽമെറ്റും ഇല്ല ഫോണും വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി, വേണ്ട കേട്ടോ സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കടാ ഈജെ എന്നും പറഞ്ഞുകൊണ്ട്, ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും, അയാളെ തൊപ്പി തെറിപ്പിക്കും, അയാൾ എല്ലായിടത്തും വലിയ വീമ്പളക്കല്ലേ, കാണിച്ചു കൊടുക്കാം ഞാൻ എന്ന് പറയാം. അപ്പോഴേക്കും ഈ അരുണാണെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ ബൈക്കിലേക്ക് കയറുക. അപ്പോൾ സച്ചിയും അതേപോലെ തന്നെ ഈച്ചയും നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട്, സച്ചി വേണ്ട, ഇവൻ എനിക്കിട്ട് അടിമേടിപ്പിച്ച് തരുമെന്നാണ് തോന്നുന്നതല്ലോ, എടാ നീ ഇങ്ങോട്ട് വന്നേ. അതെ സാറേ. എന്താ സാറേ? എന്താടാ നീയോ? ഞാൻ തന്നെ. അല്ല സാറേ എല്ലാവരെയും ഉപദേശിക്കാറുണ്ടല്ലോ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കരുത്, കണ്ട് സാറെന്താ കാണിച്ചു കൊടുക്കുന്നത്? സാറ് ഹെൽമെറ്റും വെച്ചിട്ടില്ല, സാറ് ഫോണും വിളിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നു. എന്താ സാറേ ഇത്? എടാ നീ പോടാ അവിടുന്ന്, നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്? നീ നിന്റെ പാടോക്കി പോ. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ സാറേ, സാർ അതിന് ഉത്തരം തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. സാർ എന്തുകൊണ്ട് ഹെൽമെറ്റ് വെച്ചില്ല? ബൈക്ക് ഓടിക്കുമ്പോൾ എന്തുകൊണ്ട് സാറ് ഫോൺ ചെയ്തു? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു ഞാൻ ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് ധൃതിക്ക് ടെൻഷൻ കൊണ്ട് ഹെൽമെറ്റ് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒരു അത്യാവശ്യ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ സാറേ, എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാനായിരുന്നെങ്കിലോ സാർ എന്നെ പിടിച്ച് അകത്തിടൂലേ, നല്ല പൊട്ടിക്കൂലേ. എടാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാന്ന്, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഒന്ന് പോകാൻ നോക്ക്, എനിക്ക് എൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറുകയാണ്. അങ്ങനെ പോകാൻ വരട്ടെ സാറേ സാറ് ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. സാറ് ചെയ്ത എല്ലാ കാര്യങ്ങളും സാറിനെ ഞാൻ പൂട്ടും സാറേ. എടാ നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ലടാ ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ സാറിനും എന്നെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി കൈ പിടിച്ച് തടയുകയാണ്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഇതിനുള്ള പണി ഞാൻ സാറിന് തരും, നീ എന്താന്ന് വെച്ചാൽ ചെയ്യടാ, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല, നിനക്കേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ നിൻ്റെ പാട് നോക്കിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണം, അയാളെ കൊടുക്കണം, ഇനി അതിനുള്ള പുറപ്പാട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് സച്ചി പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും. നമസ്കാരം, താങ്ക്സ് ചെയ്യുക, ബൈ.